ചാപ്റ്റർ 7 സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് എന്താ നമ്മൾ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്നും അതിന്റെ പ്രത്യേകത, സോഷ്യൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത, സോഷ്യൽ അസോസിയേഷന്റെ പ്രത്യേകത, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, എന്താണ് സാമൂഹിക ഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദ റിലേഷൻഷിപ്പ് ഓർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ ഇൻ എ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളും അതേപോലെ തന്നെ വ്യത്യസ്ത ഗണത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ആ ഒരു സമ്പർക്കം, അതും അല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമൂഹിക ഘടന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമൂഹിക ഘടന എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളോടും അതേപോലെ തന്നെ വ്യത്യസ്ത ഗണത്തോടുമുള്ള ആളുകളുള്ള നമ്മുടെ ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ഇനി ഈ സാമൂഹിക ഘടനയ്ക്ക് കുറച്ച് പ്രത്യേകതകളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സാമൂഹിക ഘടന എന്ന് പറയുന്നത് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഈ സാമൂഹിക ഘടന എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സമുദായങ്ങള്, സംഘങ്ങള്, സമാജങ്ങള്, സംഘടന, ഇവ നാലും കൂടെ ചേരുന്നതാണ് നമ്മുടെ സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ഈ സാമൂഹിക ഘടനയ്ക്കുള്ളിൽ എന്തൊക്കെ വരും, നിരവധി ആചാരങ്ങൾ വരും, അനുഷ്ഠാനങ്ങൾ വരും, നിരവധി രീതികളും ഒക്കെ എന്ത് ചെയ്യും നമ്മുടെ സാമൂഹിക ഘടനയ്ക്കകത്ത് വരും. ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ സാമൂഹിക ഘടനയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമൂഹിക ഘടന? നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത ഗണത്തിൽപ്പെട്ടതും വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള ഒരു സമ്പർക്കം അല്ലെങ്കിൽ വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ഈ സാമൂഹിക ഘടനയുടെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക ഘടന രൂപീകരിക്കുന്നത് എന്താണ്, മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും. സമുദായങ്ങള്, സംഘങ്ങള്, സമാജങ്ങള്, സംഘടന, ഇവ നാലും കൂടെ ചേർന്നായിരിക്കും ഒരു സാമൂഹിക ഘടന ഉണ്ടാകുന്നത്. ഈ സാമൂഹിക ഘടനയ്ക്കുള്ളിൽ നിരവധി രീതികൾ വരും, ആചാരങ്ങൾ വരും, അനുഷ്ഠാനങ്ങൾ ഒക്കെ എന്ത് ചെയ്യും വരും. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. രണ്ടാമത് വരുന്നത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താണ് സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് സാമൂഹ്യ വ്യവസ്ഥ. സാമൂഹ്യ വ്യവസ്ഥ ഒന്നുമില്ല, പരസ്പരം ഇടപെടുന്ന കുറെ വ്യക്തികളുടെ കൂട്ടത്തെയാണ് നമ്മൾ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമൂഹിക വ്യവസ്ഥ? പരസ്പരം ഇടപെടുന്ന കുറെ വ്യക്തികളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ സാമൂഹിക വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വ്യക്തികളുമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ പരസ്പരം ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമൂഹ്യ വ്യവസ്ഥ? കുറെ ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ കുറെ വ്യക്തികൾ തമ്മിലുള്ള ഒരു പരസ്പരം ഇടപെടലിനെയാണ് നമ്മൾ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ സവിശേഷതകൾ എന്തോന്നൊക്കെയാണ്, വ്യക്തികൾ തമ്മിൽ എപ്പോഴും ഒരു ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഇടപെടലുകൾ ഉണ്ടായിരിക്കും. ഇവർ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്, പരസ്പരം ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. നമുക്ക് നോക്കാം ഈ സോഷ്യൽ സിസ്റ്റത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെ, എന്താ ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റത്തിന്റെ കുറച്ച് പ്രത്യേകതകളും കുറച്ച് സവിശേഷതകളും എല്ലാം കൂടെ ചേർന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാല്. ഈ സാമൂഹിക സമ്പ്രദായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം അറിവും വിശ്വസ്തതയാണ്. അപ്പം സോഷ്യൽ സിസ്റ്റത്തിന്റെ അടിസ്ഥാനം എന്തോന്നാണ്, അറിവും വിശ്വസ്തത. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവർ തമ്മിൽ എന്താണ്, ഈ സോഷ്യൽ സിസ്റ്റത്തിന്റെ അകത്ത് ആളുകൾ തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധവും വിശ്വാസവും ഒക്കെ എന്തായിരിക്കും ഉണ്ടായിരിക്കും. ഇവർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും രൂപീകരിക്കുന്നത്, ചില പൊതുവായിട്ടുള്ള ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടായിരിക്കും രൂപീകരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ സോഷ്യൽ സ്ട്രക്ചറുള്ള ആളുകൾ പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് സോഷ്യൽ ഓർഗനൈസേഷൻ. സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ജനങ്ങളുടെ ഒരു ക്രമീകരണത്തെയാണ് നമ്മൾ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് പള്ളികൾ പറയാം, കോളേജസ് ഒക്കെ എന്താണ് പറയാം. ഇവർക്കിടയിൽ എന്തുണ്ടായിരിക്കും, നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്. രാഷ്ട്രീയ സംഘടനയ്ക്ക് ഒരു ഉദാഹരണം എഴുതുക. രാഷ്ട്രീയ സംഘടനയ്ക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് രാഷ്ട്രം എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് ടു ബേസിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ സിസ്റ്റത്തിന്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏതൊക്കെയാണ് വരുന്നത്, അറിവും വിശ്വാസവും. പിന്നെ നോക്കിയേ, സാമൂഹ്യ സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്തോന്നാണ്, മനുഷ്യഗണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, ബൈ.